റിയാസ് വന്നപ്പോഴേ ലക്ഷ്മിക്ക് കൂടുതൽ ഫാൻസ് കയറിയിട്ടുണ്ട്. ആദ്യം എല്ലാവരും ലക്ഷ്മിയെ ഒറ്റപ്പെടുത്തി സംസാരം ഉണ്ടായിരുന്നു. പക്ഷെ നേരെ തിരിച്ചതെന്താ അങ്ങനെ ഒരു കാരണം? എനിക്ക് തോന്നുന്നു ഈ നമ്മളെ ഒരു ഡയലോഗ് ഇല്ല, എന്താ വെറുത്ത് എനിക്ക് ലാസ്റ്റ് അവരോട് ഇഷ്ടമായി എന്ന് പറയുന്ന പോലെ ലക്ഷ്മിക്ക് കുറെ നെഗറ്റീവ് കിട്ടിയിട്ട് ഇപ്പം ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന എന്നുള്ളൊരു ഫീൽ എല്ലാവർക്കും വന്നു. എവിടെ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഇല്ല എന്നുള്ളൊരു ആളുടെ ഒരു പരിപാടി എല്ലായിടത്തും കാണാം. മോഹൻലാലിനെതിരെ ഒരു നിലപാട് തുറന്നു പറഞ്ഞുള്ള ഒരു പരിപാടി എല്ലായിടത്തും കാണുന്നുണ്ട്. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ല, നമുക്കതിലൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ശരിക്കും അങ്ങനെ രണ്ട് വിഭാഗം ഉണ്ടോ എന്ന് വെച്ചാൽ ആദ്യം ആദിലനൂറെ ഭയങ്കരമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ ആളുടെ ഒരു നിലപാടിൽ ലക്ഷ്മി ഉറച്ചു നിന്നതിന് ശേഷം ഭയങ്കര നിലപാട് എല്ലാവരും മാറ്റി. നിലപാട് മാറ്റിയെന്നല്ല, അഭിപ്രായങ്ങൾ എല്ലാവരും മാറി, ഇഷ്ടങ്ങൾ മാറി. അതെന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം? എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഒരാളിങ്ങനെ അതിനെ ഒരു നിലപാടിൽ ഉറച്ചു നിന്നപ്പോ അതിനെ പിന്തുണച്ച് കുറച്ച് ആൾക്കാർ വന്നു. അവർക്കും അത് പറയാനൊരു ധൈര്യം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് അതിന്റെ മെയിൻ റീസൺ തോന്നുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാവരും സമൂഹത്തിൽ ജീവിക്കട്ടെ, നമ്മൾ ആർക്കും അങ്ങനെ ഒരു നെഗറ്റീവ് വരേണ്ട ആവശ്യമില്ലല്ലോ, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പം ലക്ഷ്മിയുടെ ആ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ലെസ്ബിയൻസിനെ നോർമലൈസ് ചെയ്യുന്നതിനോടുള്ള നിലപാട് എന്താണ്? നോർമലൈസ് ചെയ്യണം, അവർ മനുഷ്യരല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഒരു ലെസ്ബിയനോ ഒരു ഗേയോ അവരുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചു ഒന്നും അറിയാത്ത ഒരു പാവപ്പെട്ട ഒരു ചെക്കനോ പെണ്ണിനെ കെട്ടി, ആ കെട്ടുന്നവരുടെ ജീവിതവും നശിക്കും, ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ജീവിതം നശിക്കും, രണ്ട് കുടുംബക്കാരും വിഷമിക്കും. എന്തിനാ ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത്? അതിനെക്കാട്ടിലും നല്ലത് അവർക്ക് പറ്റുന്ന ആൾക്കാരുടെ കൂടെ ജീവിക്കുന്നതല്ലേ നല്ലത്. അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയാണ് ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്നത്. അയാൾക്ക് ഇതൊന്നും അറിയാതെ ആയിരിക്കും അവരുടെ ജീവിതത്തിലോട്ട് വരുന്നത്. അതിനെക്കാട്ടിലും നല്ലത് അവരുടെ ഐഡന്റിറ്റി മനസ്സിലാക്കി അവർ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ കൂടെ ജീവിക്കുന്നതാണ് നല്ലത്. ഞാനതിന് ഒരിക്കലും നെഗറ്റീവ് ഒരു ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ, അതായത് സപ്പോർട്ട് ചെയ്യാത്തവരുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇത് കുട്ടികൾ കണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെന്നാണ്. ഒരിക്കലും അല്ല. അങ്ങനെ ഇപ്പം കുട്ടികൾ കണ്ടിപ്പോ തെറ്റിദ്ധരിക്കപ്പെടും എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു സിനിമയിൽ എന്തൊക്കെ കാണിക്കുന്നത് നമുക്ക് പറഞ്ഞില്ലേ, സിനിമയിൽ ആ സീൻ കണ്ടിട്ട് എന്റെ കുട്ടി ഇപ്പൊ വഴിതെറ്റി പോകുന്നു പറയില്ലേ. ഇപ്പം വയലൻസ് കാണിക്കുന്നുണ്ട് സിനിമയിൽ, സെക്ഷുവാലിറ്റി കാണിക്കുന്നുണ്ട് എന്നൊക്കെ കണ്ടിട്ട് അത് കണ്ടിട്ട് ഇപ്പൊ എല്ലാ പിള്ളേരും അതിന്റെ പുറകെ അങ്ങനെയല്ല. അതിപ്പം ഓരോ കുട്ടികളെയും വളർത്തിക്കൊണ്ട് വരുന്നതിന്റെ ഒരു ചൊട്ടയിലെ ശീലം ചുടലേറിയെന്ന് പറയുന്നത് സിനിമ സ്വാധീനിക്കുന്നില്ലേ ഒരു രീതിയിൽ? നമ്മൾ പെട്ടെന്ന് ഉറപ്പായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല അത്. ഒരു ഇതിലേക്ക് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഇപ്പം എന്റെ കുട്ടി അത് കണ്ട് പേടിക്കുന്നെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടി കാണിക്കണ്ട, പ്രശ്നം തീർന്നില്ല. എന്നിരുന്ന് ആ ഒരു സിനിമ കംപ്ലീറ്റ്ലി നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ. എന്റെ കുട്ടി ഇത് കണ്ട് വഴിതെറ്റി പോകും, അതുകൊണ്ട് ആ സിനിമ നിരോധിക്കണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്റെ കുട്ടിയെ പറ്റി ഞാൻ അത്ര കൺസേൺ ആണെങ്കിൽ ഞാൻ എന്റെ കുട്ടിയെ കാണിക്കാതിരിക്കുക, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ.